ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഇടുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇന്നൊരു തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു 8 മണിയൊക്കെ ആകാറായിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിനെ ഞാൻ കട്ടിലിൽ നിന്നെടുത്ത് തറയിൽ ഷീറ്റൊക്കെ വിരിച്ചിട്ട് കിടത്തും. അല്ലെങ്കിൽ കട്ടിലിൽ കിടത്തിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിയായിരിക്കുമല്ലോ തറയിൽ വീഴുമെന്നൊക്കെ ഉള്ളത്. എഴുന്നേറ്റിട്ട് ഞാനൊന്ന് ഫ്രഷ് ആയതിന് ശേഷം സിറ്റൗട്ടിലേക്ക് പോയി കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്നു. ആ സമയം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ കാപ്പി അങ്ങനെ കുടിക്കുന്ന ശീലമൊന്നുമില്ല. ഒരു ഗ്ലാസ് വെള്ളം പതുക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പുറത്തോട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മുറ്റത്തോട്ട് ഇങ്ങനെ കുറച്ച് ഇടങ്ങൾ നടന്നു. ഫ്രണ്ട് വ്യൂ കാണാനായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഒരുപാട് ഭംഗിയോ അങ്ങനെയൊന്നുമില്ല. ഇന്നലെ രാത്രി മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടേക്ക് നിന്നിട്ട് ഞാൻ കുറച്ച് തുളസി ഇലയും ഞവരയിലയും പനിക്കൂർക്കയുടെ ഇല ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. വേറെ ഒന്നിനും അല്ല, വെള്ളം തിളപ്പിക്കാൻ വേണ്ടി കേട്ടോ. കുഞ്ഞിന് കൊടുക്കാനായിട്ട് രാവിലെ തന്നെ വെള്ളം തിളപ്പിച്ച് തണുക്കാനായിട്ട് വെക്കും. അതിനുശേഷം അടുക്കളയിലേക്ക് വന്ന് കുഞ്ഞിന് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെച്ചു. ഇടയ്ക്കിടയ്ക്ക് പനിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അതിനുശേഷം കുറുക്കുണ്ടാക്കാനായിട്ട് പനങ്കൽക്കണ്ടം വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പനങ്കൽക്കണ്ടം തിളപ്പിച്ച് ഉരുക്കി മാറ്റി വെക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പച്ചവെള്ളത്തിൽ അതുപോലെ തന്നെ ഇട്ട് മാറ്റി അങ്ങോട്ട് വെക്കുക കേട്ടോ. അത്യാവശ്യത്തിനൊക്കെ എടുക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഫ്ലാസ്കിൽ ആക്കി മാറ്റി വെച്ചു. കുഞ്ഞ് ഉണർന്നിട്ടില്ല. ആ സമയം കൊണ്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഇന്ന് ഇടിയപ്പം കടലക്കറിയായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അത് ഞാൻ അപ്പം തന്നെ കഴിച്ച്. ഈ സമയം ഒരു 8:30 സമയം ആയിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ കുറുക്കുണ്ടാക്കാനായിട്ട് പോയി. രാവിലെ തന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നല്ല കേട്ടോ. എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നും നടക്കത്തില്ല. അവളെ ഫീഡ് ചെയ്യുകയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് കേട്ടോ. പെട്ടെന്നൊന്നും കഴിക്കത്തൊന്നുമില്ല. പിന്നെ നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ചിലപ്പോൾ ഒരു തുള്ളി പോലും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് കുറുക്ക് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അതും കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ടൈം എടുക്കണം. ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത് ഇവിടെ ഇതൊരു വലിയ ടാസ്ക് കേട്ടോ. പിന്നെ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം അത് തണുത്തിട്ടുണ്ട്. അത് ഞാൻ ബോട്ടിലേക്ക് മാറ്റി വെച്ചു. അപ്പം ഞങ്ങൾ ഇന്ന് കുറച്ച് സ്ഥലത്തോട്ടൊക്കെ പോകുന്നുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. രാവിലെ തന്നെ അതിൻ്റെ തിരക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ചു. കുഞ്ഞിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം ഞാൻ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തു. കുഞ്ഞിനെ ഒരുക്കി റെഡിയാക്കി. ഞാനും റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഇറങ്ങണം. രാവിലെ ഒരു 10:30 മണിയായിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല വെയിലുണ്ട്. ഈ സമയമായപ്പോഴത്തേക്ക് നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ വരാൻ പറ്റും. കുഞ്ഞിനെ കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം അടൂരെത്തിയിട്ടുണ്ട്. നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ ഇത്. ഏകദേശം ഒരു 10:45 കഴിഞ്ഞിട്ടുണ്ട്. 11 മണി കൊണ്ട് അടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ റെഡിയായി ഓട്ടോയിലൊക്കെ കയറി ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഞങ്ങൾ പോയത് എൻ്റെ ഹെയർ കട്ട് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു കേട്ടോ. ആദ്യം മുടി വെട്ടാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് അടൂരിൽ കായ ബ്യൂട്ടി പാർലറിലേക്കാണ് പോയത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ. ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ മുടിയൊക്കെ വെട്ടിയിട്ട് പോരാൻ വേണ്ടി പറ്റി. അടിപൊളിയായിട്ട് വെട്ടി തന്നു കേട്ടോ. എനിക്കിഷ്ടമായി.
അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് അവിടെ നിന്ന് തിരിച്ച് പോന്നു. അതിനുശേഷം ഒരു ഫർണിച്ചർ കടയിൽ കയറി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. മൊബൈൽ ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഒരു പ്രാവശ്യം പോകുമ്പോൾ തന്നെ അവിടെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നൊന്നും നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ലല്ലോ കുഞ്ഞിനെയും കൊണ്ട്. അപ്പോൾ ഫർണിച്ചർ കടയിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ പോയത് മോർ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് പച്ചക്കറി, കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് മിക്കവാറും ഇവിടുന്ന് കിട്ടുക. ശരിക്കും ഞാൻ ഇത്രയും വലിയൊരു ബ്രിഞ്ചിൽ എടുക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും വന്നത്. പക്ഷേ ഇന്നത് ഉണ്ടായിരുന്നില്ല. ഉള്ള 2 എണ്ണമാണെങ്കിൽ കൊള്ളത്തുമില്ല. അപ്പോൾ അത് നടന്നില്ല. വേറെ കുറേ പച്ചക്കറിയൊക്കെ വാങ്ങി. ഈ ബ്രിഞ്ചൽ, അവോക്കാഡോ, ബ്രൊക്കോളി, പിന്നെ സ്ട്രോബെറി അങ്ങനെയുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസൊക്കെ ഈ മോറി വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. വേറെ എങ്ങും കയറാൻ വേണ്ടി നിന്നില്ല. കാരണം അപ്പോഴേക്ക് സമയം ഏകദേശം 1 മണിയോട് അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ അത്യാവശ്യം എല്ലാം തന്നെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും, എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. കുഞ്ഞിന് ഫുഡ് എടുത്തിട്ട് കുളിപ്പിച്ച് ഉറക്കി. ഇനി ഞാനും കിടക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരെ ബൈ.